മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വെൽക്കം ടു FTT ഫാമിലി ട്രാവൽ ട്രെയിൽസ്. അങ്ങനെ പഞ്ചാബ് കി കുടിയ ആയിട്ട് ഇങ്ങനെ പോവാണ്. ജോധ്പൂരിൽ നിന്ന് പഞ്ചാബിലേക്ക് പോകുന്നു. അപ്പോ അങ്ങനെ പഞ്ചാബി സ്റ്റൈലിൽ വല്ലേ വല്ലേന്ന് കളിക്കാൻ വെച്ചിട്ട് അവിടെ എത്തിയിട്ട് അപ്പോ റോട്ടിൽ കാണാം. പഞ്ചാബ് കി കുടിയെ. അപ്പോൾ നമ്മുടെ യാത്രയുടെ 10ാം ദിവസം നമ്മൾ ജോധ്പൂരിലെ ഇന്ത്യ ഹെറിറ്റേജ് ഹോം സ്റ്റേയിൽ നിന്ന് ഭൂനിരപ്പിലേക്ക് കയറിയെത്തി. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇത് റോഡ് ലെവലിൽ നിന്ന് താഴോട്ടാണ് ഈ 4 നില ഹോം സ്റ്റേ. ബട്ട് ഇറ്റ്സ് നൈസ്. മേറാങ്കട്ട് ഫോർട്ട് നോക്കി നിൽക്കുന്നു. ഫോർട്ട് റോഡാണിത്. നല്ല ലൊക്കേഷൻ, പക്ഷേ പാർക്കിംഗ് ഇല്ല. അതുകൊണ്ട് നമ്മുടെ ക്രിസ്റ്റ പാവം നല്ല രാത്രി പുറത്താണ് കിടന്നത്. കോട്ട നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട്. 400 അടി ഉയരാണ് ഇത് ജോധ്പൂർ നഗരത്തിൻ്റെ പ്ലെയിൻ ലെവലിൽ നിന്ന് ഇതിനുള്ളത്. ഇതൊരു വോൾക്കാനിക് റോക്കിൽ പണിത് കാരണം തന്നെ നല്ല അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെയാണ് ഈ കോട്ട നിൽക്കുക. അപ്പോൾ ഉള്ളതിലും കൂടുതലൊരു മജസ്റ്റിക് ആയിട്ടുള്ള ലുക്ക് തോന്നും. നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു കോട്ടയാണ്. അതായത് ഫോർട്ട് റോഡൊക്കെ അടിച്ച് വരണം കണ്ടോ. വൺ ഓഫ് ദി ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് വെൽ മെയിൻറ്റെയിൻഡ് ഫോർട്ട്സ് ഓഫ് ഇന്ത്യയാണ് നമ്മുടെ മേറാങ്കട്ട് കോട്ട. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഇതിൻ്റെ ഉൾവശം പിന്നെ കാണാം. സോ ബൈ ഫോർ നൗ ജോധ്പൂർ. നമ്മൾ ജോധ്പൂർ പട്ടണത്തിൻ്റെ ഉള്ളിൽ നിന്ന് വഴികൾ കഴിഞ്ഞ് നല്ലൊരു റോഡിലേക്ക് ഹൈവേയിലേക്ക് കയറി. ഇനി ഇതിനേക്കാളും ഗംഭീര ഹൈവേയിലേക്ക് കയറും. ഒരു 1 hour കഴിഞ്ഞാൽ ഗുജറാത്തിൽ നിന്ന് വരുന്ന ജാംനഗർ അമൃത്സർ എക്സ്പ്രസ് വേയിലേക്ക് കയറും. അത് പിന്നെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഗംഭീരമായിട്ട് രാജസ്ഥാൻ്റെ ഡെസേർട്ടിൻ്റെ നടുവിൽ കൂടെയൊക്കെ പോകുന്ന രീതിയിലുള്ള ഒരു നല്ല എക്സ്പ്രസ് വേ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് വേറെ കാര്യങ്ങളൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. തൽക്കാലം ഇന്നലെ വാങ്ങിയ പഴവും ഫ്രൂട്ട്സും നട്ട്സൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടോകോ കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഹൈവേ വിട്ട് എക്സ്പ്രസ് വേയിലേക്ക് കയറി. ജാംനഗർ അമൃത്സർ എക്സ്പ്രസ് വേ. ഇത് നല്ല രസികൻ വഴിയായിരിക്കും അല്ലേ? എത്രയാണോ സ്പീഡ് ലിമിറ്റ്? 120. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഹൈവേന്ന് നമ്മൾ എക്സ്പ്രസ് വേക്ക് കയറുമ്പോൾ നമ്മളെ ടോളാണ് സ്വാഗതം ചെയ്യുന്നത്. സ്വാഭാവികം. നമുക്ക് ഒറ്റ കാര്യം അറിയണ്ടു, നമ്മുടെ രാജ്യമാർഗ്ഗ ആപ്പ് എടുത്തുകൊണ്ട് ഇവിടെ വല്ല ഗുണമുണ്ടോ എന്നുള്ളത്. കാരണം ധാരാളം എക്സ്പ്രസ് വേകളിൽ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ പുതിയതുണ്ട്. നമുക്ക് ചിലതിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അതായത് നാഷണൽ ഹൈവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ളതിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് കിട്ടിയ ഗംഭീര ലാഭമാണ്. കാരണം നമ്മുടെ ഇന്നത്തെ 710 കിലോമീറ്ററിൽ 650 കിലോമീറ്റർ നമ്മൾ ഈ എക്സ്പ്രസ് വേ കൂടെയാണ് പോകാൻ പോണത്. അടിച്ച് മോനെ കിട്ടി എക്സെപ്റ്റ് എന്ന് എഴുതി കാണിച്ചു. അപ്പോൾ ഈ രാജ്യമാർഗ്ഗ ആപ്പ് ശരിക്കും നമ്മൾ ഈ റോഡ് ട്രിപ്പൊക്കെ ചെയ്യണവർക്ക് അടിപൊളിയാണ് കേട്ടോ. ഇത് പുതിയ റോഡാണ്. ഡിസംബർ 2025 ഇതിൻ്റെ മുഴുവനായിട്ട് ഫുൾ സ്ട്രെച്ച് പണി കഴിഞ്ഞിട്ടുള്ളൂ. ഇത് ഒരു ബ്ലാക്ക് അല്ല, ഒരു റെഡ് കളറാണ് കാണുന്നത്. കല്യാണ വണ്ടികൾ കാണുന്നുണ്ട്. നമുക്കൊരു കല്യാണം കൂടാൻ സന്തോഷമുള്ളൂ രാജസ്ഥാനിലെ. ഗുജറാത്തിൽ ഒരെണ്ണം കൂടിയപ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ അതുപോലെ എല്ലാ സ്റ്റേറ്റിലും ഒരേ കല്യാണം കൂടി കഴിഞ്ഞാൽ അതും യാത്രയിലൊരു ഗംഭീര അനുഭവമായിരിക്കുമല്ലോ. നമ്മളിപ്പോൾ ഈ NHIയുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ തന്നെ എക്സ്പ്രസ് വേ ആയതുകൊണ്ട് നമുക്ക് ആ രാജ്യമാർഗ്ഗ ആപ്പിലെ പാസ് കിട്ടി. എക്സംപ്റ്റ് എന്നാണ് കാണിച്ചത്. മറ്റ് എക്സ്പ്രസ് വേസ് ആണെങ്കിൽ നമുക്ക് കിട്ടില്ല. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ റോഡിലുള്ള യാത്ര തന്നെയാണ്. കാരണം ഇത് ചില്ലറ റോഡൊന്നുമല്ല, വെറും ഒരു എക്സ്പ്രസ് വേ അല്ല. ഇത് എക്കണോമിക് കോറിഡോർ നമ്പർ 3 എന്നറിയപ്പെടുന്ന അമൃത്സർ ജാംനഗർ എക്സ്പ്രസ് വേ ആണ്. ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഭൂപ്രകൃതി വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുള്ളതാണ്. കാരണം രാജസ്ഥാൻ്റെ ഒരു ഡെസേർട്ട് ഏരിയ കൂടെയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. രാജസ്ഥാൻ അധികവും താർ മരുഭൂമിയിലാണ്. സ്റ്റേറ്റിൻ്റെ ഏതാണ്ട് 60% ഡെസേർട്ടാണ്. അപ്പോൾ ആ മേഖലയിൽ കൂടെയാണ് നമ്മുടെ ഈ എക്സ്പ്രസ് വേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റോഡ് ഇങ്ങനെ നീർന്ന് പരന്ന് കിടക്കണാണ്ട് ഇപ്പോൾ ജോൺസൺ വണ്ടി കൈമാറി പിടിച്ചു. ഓസ്റ്റിൻ ഇന്ന് റെഡിയാണ് തരാൻ. കാരണം 11.5-12 മണിക്കൂർ ഉണ്ടല്ലോ. അപ്പോൾ ഇഷ്ടം പോലെ സമയം എല്ലാവർക്കും ഓടിക്കാനുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ? തങ്കുവാണെങ്കിൽ ഉറക്കം തുടങ്ങി. ഉറങ്ങട്ടെ. ഈ ജാംനഗർ അമൃത്സർ എക്സ്പ്രസ് വേ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് 2 വശത്തും ഇങ്ങനെ മണൽപ്പരപ്പ് തന്നെയാണ് കാണുന്നത്. പക്ഷേ അവിടെ ഇങ്ങനെ മരങ്ങൾ കൾട്ടിവേറ്റ് ചെയ്ത് പിടിപ്പിച്ച പോലെയൊക്കെയാണ് തോന്നുന്നത്. ചെറിയ കുടിലുകളും കാണാം. ഈ 1300ഓളം കിലോമീറ്റർ ദൂരമുള്ള ഈ ഹൈവേ പണിത് ഒരു 5-6 കൊല്ലം കൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ് കേട്ടോ. 18 പ്രോജക്റ്റ് ഇട്ടു, 19 പണി തുടങ്ങി, 25 ഫുള്ളി പണി കഴിഞ്ഞ് തുറന്നു കൊടുത്തു. 80,000 കോടി രൂപയാണ് കേട്ടോ അതിൻ്റെ ഫണ്ടിങ്. ഭയങ്കരം തന്നെ. ചെറിയ പച്ചപ്പൊക്കെ കഴിഞ്ഞ് ഒരുമാതിരി സാൻഡ് ഡ്യൂൺസ് മാത്രമായിട്ടുള്ള പോലെയുള്ള ഏരിയയിലേക്ക് നമ്മൾ കടന്നു. കുടിലുകൾ ധാരാളമായിട്ട് കാണാം. അവിടെയൊക്കെ മനുഷ്യർ ജീവിക്കുന്നുണ്ട്.
ഇവിടെ അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്തുള്ള സെറ്റിൽമെൻറ്റ് പോലെ. ഇവിടെ എങ്ങനെ കൃഷി ചെയ്യാൻ പറ്റണമെന്ന് നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അതിനൊരു ഉത്തരമുണ്ട്. രാജസ്ഥാനെ മരുഭൂമിയാകാതെ കാക്കുന്ന ഇന്ദിരാഗാന്ധി കനാൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലോങ്കസ്റ്റ് കനാൽ സിസ്റ്റം. എത്രയോ വർഷങ്ങളായിട്ട് ഈ മരുഭൂമിനെ നനച്ചുകൊണ്ടിരിക്കുന്ന ആ ഒഴുക്ക്, അതാണ് കാരണം. ഓസ്ട്രിയൻ അമൃത്സർ ടൊയോട്ടയിൽ വിളിച്ചിട്ട് നാളത്തേക്ക് ഒരു സർവീസ് ബുക്ക് ചെയ്യാണ്. കാരണം നമ്മുടെ വണ്ടിയിൽ നിന്ന് അമൃത്സർ എത്തുമ്പോഴേക്കും 5000 കിലോമീറ്റർ ആവും വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട്. കാരണം ഗുജറാത്തിലൊക്കെ നമ്മൾ നന്നായി ഓടിയല്ലോ. അപ്പോൾ 10ാം ദിവസം 5000 കിലോമീറ്റർ, അപ്പോൾ നാളെ ഒരു സർവീസ്. ഈ എക്സ്പ്രസ് വേ ഗംഭീരമാണ്. ഇത് ഇന്ത്യയിലത്തെ സെക്കൻഡ് ലോങ്കസ്റ്റ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് പണി കഴിയാൻ പോണ മുംബൈ ഡൽഹി. നമ്മൾ അഹമ്മദാബാദിൽ പോയപ്പോൾ കുറച്ച് ദൂരം അതിലേ പോയിരുന്നു, അതിൻ്റെ ഒരു ഭാഗത്ത് കൂടെ. പിന്നെ ഇത് പഞ്ചാബ് തുടങ്ങി ഹരിയാന, രാജസ്ഥാൻ, ജാംനഗർ. അപ്പം അങ്ങനെ 26 മണിക്കൂർ റണ്ണിങ് ഉണ്ടായിരുന്നു, 13 മണിക്കൂറാക്കി, പകുതിയാക്കി കുറച്ചു. പിന്നെ അതുപോലെ തന്നെ കണ്ട്ല പോർട്ടിനെയും മുദ്ര പോർട്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യണമുണ്ട്. പുത്തൻ പാലങ്ങൾ ഒക്കെ ഉണ്ട്. കൊച്ചു കൊച്ചു നദികളോ കനാൽ സിസ്റ്റോ എന്തെങ്കിലും അടിയിൽ കൂടെ പോകുന്നുണ്ടാവും. ശരിക്കും നമുക്ക് ഭയങ്കര ഒരു ഏകാന്തത തോന്നിട്ടോ. കാരണം ഇപ്പോൾ ഇവിടെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആരാണ് എന്നുള്ളൊരു തോന്നൽ വരും. ഇപ്പോൾ അവിടെ 2 മനുഷ്യർ നിൽക്കേണ്ട ഒരു വണ്ടിയുണ്ട്. 2 വശത്തും ഇങ്ങനെ ഡെസേർട്ട് പരന്നു കിടക്കുന്ന, അവിടെയും മനുഷ്യരില്ല, റോഡിലും ഒരു മനുഷ്യനില്ല എന്ന് പറയുമ്പോൾ ശരിക്കും ഫുള്ളി ഓപ്പറേഷണലായിട്ടുള്ള എക്സ്പ്രസ് വേസിൽ സർവൈലൻസ് ക്യാമറകൾ ഉണ്ടാവും. ഇവിടെ അതും കാണുന്നില്ല. പിന്നെ അങ്ങനെ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സും അങ്ങനെ കണ്ടില്ല. അങ്ങനെ നമ്മളിങ്ങനെ പോകുന്നു സ്റ്റഡി ആയിട്ട് ഇങ്ങനെ. 100 ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ്. ഭാഗ്യം 12 മണിയായപ്പോഴേക്കും ഒരു സ്ഥലം കിട്ടി, ഭക്ഷണ സ്ഥലം. അതിലുപരി കുറച്ച് മനുഷ്യന്മാരെ കാണാൻ പറ്റി അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടിയാലും കഴിക്കാം. അപ്പോൾ വിചാരിച്ച പോലെ പ്യൂർ വെജ് ആയിരുന്നു. പക്ഷെ നല്ല ഭട്ടൂര, പിന്നെ കുൽച്ച, കറി, കുഴപ്പമില്ല, വിശപ്പ് മാറി. बहुत बढ़िया बढ़िया. പരപ്പാണ് കാണുന്നത്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നും കൂടി ഇതിന് പേരുണ്ട്. താർ ഡെസേർട്ടിന് 200,000 പരം സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണത്തിൽ ഇങ്ങനെ പരന്ന് കിടക്കുകയാണിത്. രാജസ്ഥാൻ എന്ന സംസ്ഥാനത്തിൻ്റെ 60% ഈ മരുഭൂമിയാണ്. അത് ജീവിതമൊക്കെ ഒരു ഭയങ്കരമായൊരു പ്രത്യേക രീതിയാണ് ശരിക്കും. മരുഭൂമി തന്നെ മരുഭൂമി അല്ലേ. എത്രയോ കിലോമീറ്ററുകളായി നമ്മളിപ്പോ ഈ ഒരു മനുഷ്യനെ വഴിയിൽ കാണാനും ഇല്ല. എല്ലപ്പോഴും ഒരു ട്രക്കൊക്കെ കാണുന്നല്ലാതെ കാറൊന്നും കണ്ടേയില്ല അല്ലേ. ഒരു 50 കിലോമീറ്റർ പോകുമ്പോ ചിലപ്പോൾ അപ്പുറത്തോടെ ഒരു കാർ പോയി. ഇങ്ങനെയും മരുഭൂമി ഇങ്ങനെ പരന്ന് ഈ മഞ്ഞ മണൽ ഇങ്ങനെ സൂര്യവെളിച്ചേറ്റ് ഇങ്ങനെ തിളങ്ങി കിടക്കുന്നത് കാണുമ്പോൾ 44 നദികൾ തലങ്ങും വിലങ്ങും ഒഴുകണം കേരളത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ വിഷമവും ബുദ്ധിമുട്ടൊക്കെ തോന്നും കേട്ടോ. പക്ഷേ ഒരു നല്ല പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു വാർത്ത, താർ മരുഭൂമി രാജസ്ഥാനിൽ കുറേയും കൂടി പച്ചച്ചു തുടങ്ങി എന്നുള്ളത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൺസൂണാണ് ഒരു കാര്യം, പിന്നെ ഇന്ദിരാഗാന്ധി കനാൽ സിസ്റ്റം. അത് വലിയൊരു കാര്യമാണ്, വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ കൂടുതൽ 38% കൂടുതൽ പച്ചപ്പ് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായി ഇത്രേ. നമ്മളുടെ ഈ ജാംനഗർ അമൃത്സർ എക്സ്പ്രസ് വേയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 710 കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം ഈ എക്സ്പ്രസ് വേയുടെ. ഇപ്പോൾ ഒരു 450 കിലോമീറ്റർ കഴിഞ്ഞു. ഇത്രയും ഓടിയപ്പോൾ നമുക്ക് 14 മൈലേജ് കിട്ടിയിട്ടുണ്ട് ഈ ഹൈവേയിൽ. നല്ല മാക്സിമം ആണ്. ടൊയോട്ടത് വാങ്ങുമ്പോൾ പറഞ്ഞത് 15 ഇപ്പോൾ 8 വർഷം കംപ്ലീറ്റ് ആയി. 1,00,000 സർവീസ് കഴിഞ്ഞ മാസം ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഗംഭീരൻ ഒരു മൈലേജാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിപ്പോൾ ഒരു 110-120 റേഞ്ചിൽ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു നല്ല സംഭവമാണ്. നല്ലൊരു മൈലേജാണ്. അതെ അതെ. റോഡ് ട്രിപ്പിന് നമുക്കൊരു സമാധാനം ഈ ഒരു മൈലേജ് കിട്ടുമ്പോൾ നന്നായി തോന്നും. സോ ഇപ്പൊ 14 കിട്ടും. ഇനി കുറച്ച് മല കയറുമ്പോ അത് 10-9 ആവും. അപ്പൊ ആവറേജ് എടുക്കുമ്പോ ഒരു 12.
അല്ല ലഡാക്കിൽ നന്നായി കുറയും. കാരണം അവിടെ നമ്മള് ഈ ഒന്നാമത് ഓക്സിജൻ കുറവോ എന്തൊക്കെയോ ആൾട്ടിറ്റ്യൂഡ് കാരണമൊക്കെ കുറച്ച് വലി കുറയുന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ വേണമെങ്കിൽ ലഗേജ് ഒക്കെ ഇറക്കി വെച്ചിട്ടാണ് ലഡാക്കിൽ കയറാൻ നല്ലതെന്നും കൂടി പറഞ്ഞു. എന്തായാലും ഞാൻ ചെയ്യണില്ല. പിന്നെ അവര് പറഞ്ഞു ടൊയോട്ടോ ഇന്നോവയ്ക്കില്ലേ എന്തായാലും കയറിക്കോളൂ, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് എങ്ങനെ ഇങ്ങോട്ട് പോവാം. നമ്മളിപ്പോ സീറ്റ് വരി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് പകരം ലഗേജ് ചെയ്യണം. അപ്പൊ വലിയ വ്യത്യാസമൊന്നുമില്ല. തുണികളൊക്കെ ആണല്ലോ. നമ്മള് 4 പേരേ ഉള്ളു. 2 വേറെ എക്സ്ട്രാ 6 പേരും കൂടി കയറിയ ഒരു ഫീൽ മാത്രം ഉണ്ടാവുള്ളൂ വണ്ടിക്ക്. വളരെ കനം കുറഞ്ഞൊരു 4 മൈലേജിൽ ഇങ്ങനെ പോകുമ്പോ ഒരു സുഖമുണ്ട്. എക്സ്പ്രസ് വേ ഒരു നേർരേഖയിലാണ്. ചുമ്മാ അങ്ങനെ ചവിട്ടി പിടിച്ചിരുന്നാ മതി എന്നുള്ള മട്ടില് ഒരു വണ്ടിയും ഇല്ല. നമുക്ക് ഇതില് ഒരു വളവ് പോലെ 10, 300, 400 കിലോമീറ്ററോളം സ്ട്രെയിറ്റ് ആണ്. വേറെ വളവിന്റെ തിരികെ എക്സിറ്റുകൾ കുറെ ഉണ്ട്. സിറ്റികള് കുറയൊന്നുമില്ല. കാരണം ഒരു 3-4 മെയിൻ സിറ്റികൾ മാത്രം ഇതിന്റെ ഇടയിലുണ്ട്. അപ്പോ രാജസ്ഥാൻ കഴിഞ്ഞിട്ട് ജോധ്പൂർ കഴിഞ്ഞ പിന്നെ ബിക്കാനീർ, പിന്നെ അങ്ങനെ അതിലും കുറഞ്ഞ കുറച്ച് സിറ്റികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചുറ്റും ഇങ്ങനെ മരുഭൂമി പോലെയല്ല മരുഭൂമി തന്നെ ഇങ്ങനെ പരഞ്ഞെടുക്കുക. നല്ല രസകരമായിട്ടുള്ള ഡ്രൈവാണിത്. ഹൈവേ ഹിപ്നോസിന് പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പൊ നമുക്കൊരു ഐഡിയ പോണ വഴി നമ്മൾ നേരെ ഗോൾഡൻ ടെമ്പിളിൽ ഒരു 8 മണിക്ക് എത്തി ടെമ്പിളിലേക്ക് കാണാം, അവിടുത്തെ കാര്യങ്ങൾ നോക്കാന്നാ വിചാരിച്ചിരുന്നത്. പിന്നെ നേരത്തെ ഒരു 1 hour മുമ്പ് എത്തുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കർഷക ഗ്രാമം എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് പഠിച്ചാലോ, അമൃത്സറിൽ എത്തുന്നതിന് മുന്നേ റൂറൽ ഏരിയയിൽ എന്നൊരു ചിന്ത വന്നിട്ടുണ്ട്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്യാം, കണ്ടുപിടിക്കാം. അമൃത്സരത്തിനേക്കാളും മുന്നേ നമുക്ക് കുറച്ച് പഞ്ചാബിന്റെ തന്നെ പച്ചപ്പും കർഷകമായ കുറെ സമയം പോകുന്നു. അപ്പൊ അവിടെ പോലെ സ്ഥലത്തൊക്കെ പോയി ഗ്രാമങ്ങളൊക്കെ പോയി കണ്ടാൽ ചെയ്യാവുന്നതാണ്. ഈ രാജസ്ഥാന്റെ മരുഭൂമി കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ പഞ്ചാബിന്റെ ഒരു പച്ചപ്പിലേക്ക് കടക്കുമ്പോ ഭയങ്കര പെട്ടെന്ന് മാപ്പിൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ആ ബോർഡർ കിടക്കുമ്പോൾ തന്നെ യെല്ലോ ഗ്രീൻ ഡിഫറൻസ് കാണാം. നമ്മുടെ തമിഴ്നാടും കേരളമൊക്കെ കാണുന്ന പോലെ. കൃഷിയുടെ ഒരു മെയിൻ ഹബ്ബാണല്ലോ പഞ്ചാബ്. അപ്പൊ ആ വലിയ വലിയ കൃഷിക്കാരെയൊക്കെ നമുക്കൊന്ന് കാണാം. ട്രാക്ടറുകളും അങ്ങനെ ടൂർ ചെയ്യാം. അങ്ങനെ നമ്മള് രാജസ്ഥാൻ വിട്ട് പഞ്ചാബിലേക്ക് കയറി. പഞ്ചാബിന്റെ നമ്മളിപ്പോ ജോഗ്രഫിക്കലായിട്ട് മാപ്പിൽ നോക്കുമ്പോ കാണുന്ന കടന്നു എന്നാണ് കാണിക്കുന്നത്. വേറെ എവിടെ പക്ഷെ ഭൂപ്രകൃതി മാറി. 2 വശത്തും ഒരു പച്ചൊന്നും മരുഭൂമി ഒന്നും കാണാണ്ടായി. അത്യാവശ്യം പച്ചപ്പൊക്കെ ആയി. പിന്നെ വീടുകൾ ഇങ്ങനത്തെ ലാൻഡ്മാര് പ്ലെയിൻ ആയി. ബിൽഡിങ്സ് കണ്ടു തുടങ്ങി. കൊറേ ബിൽഡിങ്സ് ആയി. നേരെ മറ്റേ ഡ്യൂൺസ് ആയിരുന്നു കുടിലുകള്. അപ്പൊ അതൊക്കെ മാറി വീടും പ്ലെയിൻ പ്ലേസസ് ആയി. ഹൗസസ് എന്നാണ് അതില് ഈ നോർത്ത് ഇന്ത്യൻ ബെൽറ്റിൽ പറയാലോ. അപ്പോ നമ്മളങ്ങനെ നമ്മുടെ എത്രാമത്തെ സംസ്ഥാനത്തിലേക്ക് കടന്നിരിക്കുന്ന എത്ര സ്റ്റേറ്റ്? നമ്മൾ 6ാമത്തെ സ്റ്റേറ്റിലാണ് കടന്നിരിക്കുന്നത്. ഏതൊക്കെയാണ് ഓർഡർ? നമ്മൾ ഫസ്റ്റ് തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, ഇപ്പൊ പഞ്ചാബ്. ഓക്കെ. നമ്മുടെ ഇപ്പോഴത്തെ ഐറ്റിനറി വെച്ചിട്ട് നമ്മുടെ നേരെ പോകുന്നു ഗോൾഡൻ ടെമ്പിളിൽ അവിടെ എത്തുന്നു. അത് നമ്മൾ രാത്രി അവിടെ സ്പെൻഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പൊ നമ്മൾ കുറച്ചും കൂടി നേരത്തെ എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ 2:30ക്കാണ് നമ്മൾ അതിർത്തി കടന്നത്. സമയം നമുക്ക് പിന്നെ 4 മണിക്കൂർ കൂടെ ഉണ്ട്. പക്ഷേ 4 മണിക്കൂറുണ്ടോ? 250 കിലോമീറ്റേഴ്സ് അല്ലേ ഇനിയുള്ളൂ? 4 മണിക്കൂറുണ്ട്. കുറച്ച് ഇനി തിരക്ക് കൂടും. ഇതുവരെ ഇങ്ങനെ വരച്ച വരയിലായിരുന്നല്ലോ. പിന്നെ കുറച്ച് തുടങ്ങും. പിന്നെ പഞ്ചാബിന് കുറെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ കൃഷിയും മറ്റ് ഇൻഡസ്ട്രീസും ഉണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളും ഒക്കെ അവിടെ ഉള്ള കാരണം അത്യാവശ്യം പച്ചപിടിച്ച എല്ലാം കൊണ്ടും പച്ചപിടിച്ച ഒരു സ്റ്റേറ്റ് ആണല്ലോ പഞ്ചാബ്. പണ്ടേ ഈ ന്യൂ മോഡൽ വികസനം ഒന്നല്ല രാജസ്ഥാന്റെ രാജസ്ഥാന്റെ പുതിയ വികസന രീതികളല്ല. പഞ്ചാബ് പണ്ടേ അത്യാവശ്യം പ്രോസ്പെറിറ്റി ഉള്ള സ്ഥലമാണ്. സെൽഫ് സഫിഷ്യന്റ് ആണ് ഫുഡിന്റെ കാര്യത്തില്. ഭക്ഷണത്തിന്റെ കാര്യത്തിലല്ല ആദ്യം സെൽഫ് സഫിഷ്യന്റ് ആവേണ്ടത്. അപ്പൊ അവനുള്ളതും മറ്റ് ഇന്ത്യക്കാർക്കുള്ളതും റേറ്റ് കഴിക്കാനുള്ളതും ഒക്കെ ഇവര് ഉണ്ടാക്കുന്നത്. ഗോതമ്പിന്റെ ഏറ്റവും വലിയ പ്രൊഡ്യൂസർ ഇന്ത്യയില് പഞ്ചാബ് അല്ലേ? അങ്ങനെയാണ് എന്റെ പണ്ടത്തെ നമ്മുടെ ഒരു ജീക്കെ വെച്ചിട്ട്. നീ മാറിയിട്ടുണ്ടോന്ന് അറിയില്ല. നല്ല കനത്ത പച്ച മരങ്ങൾ.
അപ്പോൾ നമുക്ക് പറ്റുകയാണെങ്കിൽ നേരത്തെ നമ്മൾ റണ്ണിങ് ഏർലി ആയതുകൊണ്ട് കാർഷിക ഗ്രാമങ്ങൾ വലിയ ഗ്രാമം ഈ ഹൈവേയിൽ തന്നെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഡീവിയേഷൻ ആയിട്ടുള്ള വലിയ ഗ്രാമങ്ങളിലൊക്കെ കണ്ട് ഗ്രാമങ്ങളിലേക്ക് പോയിട്ട് അവിടുത്തെ കൃഷിയൊക്കെ ഒന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ നമ്മളത് കാണാൻ ശ്രമിക്കുന്നതായിരിക്കും. നോക്കാം. കാരണം സിറ്റിക്ക് എത്തി, അമൃത്സറിലേക്ക് എത്തി. അമൃത്സർ വലിയൊരു സിറ്റിയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് പോയി കാണാൻ പറ്റാ, പിന്നെ അതൊക്കെ കൊമേഴ്ഷ്യലൈസ്ഡ് ആയിരിക്കും മിക്കവാറും ഉണ്ടെങ്കിൽ തന്നെ. അവിടെ അടുത്തുള്ള പിന്നെ ഫാം ലാൻഡൊക്കെ ഭയങ്കരമായിട്ട് കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള പരിപാടികളായിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒതന്റിക് സാധനങ്ങൾ വേണമെങ്കിൽ എന്തെങ്കിലും തപ്പിപ്പിടിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. നമുക്ക് പതുക്കെ ഇവിടെ പഞ്ചാബിന്റെ നന്മകളാൽ സമൃദ്ധം മോഡൽ കാർഷിക ഗ്രാമങ്ങൾ. ഹൈവേയിലാണ് സ്കേറ്റിംഗ് ചെയ്യാൻ കണ്ട സ്ഥലം പിള്ളേർക്ക്. എന്തായാലും നല്ല ഭയങ്കര സേഫ്റ്റി ആയിരിക്കും. ഇപ്പോൾ സ്കൂൾ ബസ്സുകളൊക്കെ ഇറങ്ങി തുടങ്ങി. അപ്പോൾ സിറ്റിയുടെ തിരക്കുകൾ ഇനി അധികം വൈകാണ്ടാവും. അപ്പോൾ നമ്മുടെ എക്സ്പ്രസ് വേ പഞ്ചാബിലെ ജനത്തിരക്കുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എത്തി തുടങ്ങി. നല്ല പച്ചപ്പ്, മനുഷ്യർ, വീടുകൾ, അങ്ങനെ ഒരു യൂഷ്വൽ ആയിട്ടുള്ള സംഭവത്തിൽ ഇനി പഞ്ചാബിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. പഞ്ചാബിൻ്റെ തനത് കാഴ്ചകൾ തുടങ്ങി. ട്രാക്ടറിലാണ് അത് മുഴുവൻ. നമ്മുടെ ഈ ട്രാക്ടറുകള് പഞ്ചാബിന്റെ കർഷക സമരത്തിന്റെ സമയത്ത് നമ്മൾ ഇഷ്ടം പോലെ കണ്ടു. എങ്ങനെയാണ് ഒരു ഇത് ഫീൽ ചെയ്യുന്നത്. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ജനതയാണ് പഞ്ചാബ്. പഞ്ചാബി വാലറിന്റെ ഒപ്പം തന്നെ ഭയങ്കര മേർത്ത്ഫുള്ളാണ്. വാലർ ആൻഡ് മേർത്താണ് അവരുടെ മെയിൻ. അടിപൊളി. അതൊക്കെ നല്ല സ്ട്രോങ്, ശൗര്യം. നമ്മുടെ സേനയില് കൃഷി കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ അതിൽ മേലെ അവരുടെ ഒരു പരിപാടി എന്ന് വെച്ചാൽ സൈന്യത്തിലുള്ള അവരുടെ സർവീസ്. പഞ്ചാബി റെജിമെന്റ്സ് സ്പെഷ്യലായിട്ട് നമ്മുടെ സൈന്യത്തിലുണ്ട്. അപ്പോൾ അവർ നമ്മുടെ രാജ്യ സുരക്ഷയിൽ ഏറ്റവും ടോപ്പിൽ തന്നെ നിന്ന് സേവനം ചെയ്യുന്ന ജനതയാണ് പഞ്ചാബീസ്. ഇതാണ് ഗുരുനാനക് ദേവ് തെർമൽ പ്ലാന്റ് അഥവാ ബത്തിന്ത പ്ലാന്റ്. ഇത് കോൾ ഓപ്പറേറ്റഡ് ആയിട്ട് 1974 മുതൽ പഞ്ചാബിൻ്റെ കാർഷിക വ്യവസായ മേഖലയ്ക്കൊക്കെ ഊർജ്ജം കൊടുത്തിരുന്ന വലിയൊരു പ്രസ്ഥാനമായിരുന്നു. ആയിരക്കണക്കിന് പേർക്ക് തൊഴിലും. പക്ഷേ എമിഷൻ സ്റ്റാൻഡേർഡ്സ് പ്രോപ്പർ അല്ല, പിന്നെ പുതിയ കാലത്തിന് പറ്റില്ല. 2017 ഇത് ടോട്ടലി ഷട്ട് ഡൗൺ ചെയ്തു, പെർമനൻ്റ്ലി ക്ലോസ് ഡൗൺ. ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ അമൃത്സറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മൈലേജ് ഒന്ന് നോക്കിയപ്പോൾ 15 നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു 8 സീറ്റർ ഇന്നോവയ്ക്ക് റോഡ് ട്രിപ്പില് 15 കിട്ടാന്ന് പറയുന്നത് ചില്ലറ കേസല്ല. ഇത് ഭയങ്കര ലാഭകരമായ ഒരു ഓട്ടമാണ്. നമ്മള് കുറേ ഇങ്ങനത്തെ എക്സ്പ്രസ് വേസും നല്ല ഹൈവേസും 6 ലെയിനിലൊക്കെ തോന്നൂലോ, അതിന്റെയാണ്. പിന്നെ എനിക്ക് സംശയമുള്ളൊരു കാര്യം, നമ്മൾ ലാസ്റ്റ് ഇപ്പൊ തന്നെ റീഫിൽ ചെയ്തത് ജിയോന്റെ പമ്പിൽ നിന്നാണ്. ഞാൻ നാട്ടിലാണെങ്കിലും ഇപ്പോൾ എല്ലാവരും ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്, കാശ് 1-2 രൂപ കൂടുതലാണെങ്കിലും ഫ്യൂവൽ ക്വാളിറ്റി ഹൈ ആണെന്നാണ് പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കാശ് കൊള്ള നമ്മളങ്ങനെ പ്രത്യേകിച്ച് അടിക്കാറൊന്നുമില്ല. പക്ഷെ ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ നിർത്തിയപ്പോൾ അതിൻ്റെ അടുത്ത് ജിയോയുടെ പമ്പായിരുന്നു. കുറേ കിലോമീറ്റർ എക്സ്പ്രസ് വേയിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളതൊന്ന് ട്രൈ ചെയ്തു. അത് ട്രൈ ചെയ്യല്ല, അതിനകത്ത് വഴി ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അടിച്ചു. ബാത്റൂംസ് ഒക്കെ നല്ലതാണ്. അത് ഇതിപ്പോൾ ജിയോയുടെ കാരനാണോ
അതോ നമ്മൾ ഓടിക്കല് കാരണമാണ്? അത് 15-11 ഇപ്പൊ. നമ്മളിത്ര ചില്ലറ സ്പീഡ് കുറവിലൊന്നല്ല പോണത്. നമ്മള് 100, 110, 90 അടിയിൽ പോയിട്ടില്ല കുറെ നേരമായിട്ട്. പക്ഷെ എന്നാലും ഈ ഒരു മൈലേജ് കിട്ടുന്ന കാണുമ്പോ ഒരു സുഖമുണ്ട് കാണാൻ. അതെ, നമുക്ക് 1,00,000 കിലോമീറ്റർ ആയിട്ട് നമ്മൾ 95,000 ആയിട്ടുള്ള വണ്ടി. പക്ഷെ 95,000 ആയ ഒരു വണ്ടി ഇപ്പൊ ഈ ഒരു പെർഫോമൻസ് തരുന്ന പറയുമ്പോ നല്ലൊരു സന്തോഷകരമായ ഒരു കാഴ്ചയാണ്. 95,000 ആയിട്ടുള്ളെങ്കിൽ നമ്മൾ പുറപ്പെടണ കാരണം 1,00,000 ആ സർവീസ് ചെയ്തിട്ടാണ് പുറപ്പെട്ടത്. എന്തായാലും കാശ്മീരിലായി നെല്ല് ഗോതമ്പൊക്കെ നിറച്ചിട്ട് ഇങ്ങനെ കാത്തു കിടക്കണതാണാവോ? നിരയെ കിടക്കണുണ്ട്. ചാക്കുകളുണ്ട്. ആ ഫുൾ ലോഡഡ് ആണ് ചാക്കുകൾ. ഇങ്ങനെ ഗോതമ്പ് കാരണം കൊയ്ത്ത് കഴിഞ്ഞ സമയമാണല്ലോ. നമ്മൾ 2 ദിവസത്തെ പാടങ്ങൾ കാണുന്നുണ്ട്. കൊയ്ത്ത് കഴിഞ്ഞ് ഇങ്ങനെ ഉണങ്ങി കിടക്കുന്നുണ്ട്. പിന്നെ അടുത്ത നിലൊരുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചില സ്ഥലത്ത് ട്രാക്ടറൊക്കെ കാണുന്നുണ്ട്. അപ്പൊ സിറ്റിയുടെ ഉള്ളിൽ വന്നു നല്ല ഒറിജിനൽ പഞ്ചാബികളെ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസം. പഞ്ചാബിൽ വന്ന് പഞ്ചാബികളെ കാണുമ്പോൾ അല്ലേ. പക്ഷേ റോഡ് ഭയങ്കര മോശമായി, നല്ല കുണ്ടും കുഴിയൊക്കെയാണ്. പിന്നെ സിറ്റിയുടെ ഉള്ളിലാണ്, അപ്പം അതിൻ്റെ ഒരു പ്രശ്നം. നല്ല പൊടി വാറുന്ന റോഡായി. കോടമഞ്ഞ് പോലെയാണ് പൊടി, ഒന്നും കാണുന്നില്ല. പെട്ടെന്ന് ശരിയാവുമായിരിക്കും. കാരണം നമ്മളീ ഇങ്ങനെ എക്സ്പ്രസ് വേ കൂടെ വന്നതിൻ്റെ ഒരു വിഷമമായിരിക്കും. ഒന്നും കാണുന്നില്ല. പക്ഷേ ഓസ്ട്രേലിയൻ വല്ലതും കാണുന്നുണ്ട് റോട്ടിലേക്ക്. അപ്പം എന്തായാലും ഈ സ്ഥലം ഇനി നമ്മൾ എത്തുന്നത് ഹരികയാണ്. അവിടെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. India's longest canal originating from the Harige Barrage in Punjab at the confluence of Satluj and Beas rivers. Stretches over 650 kilometers to irrigate the and നമ്മൾ 5,000 kilometers completed. From home 5,000 കിലോമീറ്റർ ആയി. 10ാം ദിവസം ഉച്ചയായിട്ടുള്ളൂ. ഉച്ച കഴിഞ്ഞ് 4 മണി ആവുന്നു. 5 മണിയാവുന്നു. 5,000 കിലോമീറ്റേഴ്സ്. ഇത് പഞ്ചാബിലെ ഇന്ദിരാഗാന്ധി കനാല് പാസ് തുടങ്ങുന്ന ഹരിക എന്ന് പറഞ്ഞ സ്ഥലം. ഏകദേശം ഇന്ദിരാഗാന്ധി കനാൽ ഇതിന്റെ ഹരിക ബാരേജ് എന്നാണ് തുടങ്ങണത്. 2 കിലോമീറ്റർ ഉള്ളൂ അങ്ങോട്ട്. അവിടെ എത്തിയപ്പോഴേക്കും 5,000 കിലോമീറ്റേഴ്സ്. ഇന്ദിരാഗാന്ധി കനാലിന് മുകളിലൂടെയാണ് നമ്മൾ പോയി കടന്നത്. ഇനി നമ്മളങ്ങനെ പോയി രണ്ട് ആയിട്ടാണ്. നല്ലൊരു സ്ഥലമാണത്. കാരണം ഇതിന്റെ ഒറിജിനേറ്റിംഗ് പോയിന്റിലേക്ക് നമുക്ക് പോകാൻ പറ്റും. കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് വളഞ്ഞു തിരിഞ്ഞ് നമുക്ക് അവിടെ ഒരു ഏരിയ ടൂറിസ്റ്റ് സ്പോട്ടായിട്ടും കാണിക്കുന്നുണ്ട്. വിത്ത് പാർക്കിംഗ് ലോട്ടൊക്കെ ആണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് കനാലിന്റെ സൈഡിൽ കൂടെ നടക്കാം പറ്റുകയാണെങ്കിൽ. നല്ലൊരു സമയമാണ് കേട്ടോ. 5:15. ടച്ചി വൈക്കോല് കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിറച്ച് ട്രാക്ടറിൽ തന്നെ കയറി ഇങ്ങനെ പോകണം. ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ് പഞ്ചാബിൽ. നമ്മള് പഞ്ചാബി തീംസ് വരുന്ന സിനിമകളിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു സ്ഥിരം കാഴ്ചയാണ് ഇങ്ങനെ ട്രാക്ടർ നിറച്ച് ലോറിയുടെ അത്രയും വലുപ്പത്തില് വൈക്കോല് കയറ്റി പോണത്. നമ്മളിന്ന് കാലത്ത് മുതൽ കണ്ടു വന്ന ആ മരുഭൂമിയെ നനയ്ക്കുന്ന ഇന്ദിരാഗാന്ധി കനാൽ, അതിൻ്റെ ഒറിജിനേറ്റിംഗ് പോയിന്റിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. സോ അതൊരു നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിട്ടോ. അതിങ്ങനെ വന്ന് ഇങ്ങനെ കണ്ടതാണ്. അപ്പോൾ ദാറ്റ്സ് എ സർപ്രൈസ് ആക്ച്വലി. നമുക്ക് പോയി നോക്കാം. നല്ല പച്ചപ്പ് കഴിഞ്ഞാൽ ഹരിതാബാന്ന് പറയണോ? അത് ഭയങ്കര രസം. കാരണം ഇപ്പോൾ നമ്മൾ ചുറ്റും ഇങ്ങനെ മരുഭൂമി കണ്ടു വന്നിട്ട് ശരിക്കും ഒരു നല്ല കൂളിംഗ് ഇഫക്റ്റ്. ശരിക്കും ആ വരണ്ട മരുഭൂമി കണ്ടു കഴിഞ്ഞ് ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ വെള്ളമൊക്കെ കാണുമ്പോൾ നമുക്ക് ഒന്ന് നാച്ചുറലി ഭയങ്കര ഒരു ബൂസ്റ്റിംഗ് വരും മനസ്സിന്. അത് ഭയങ്കര ഒരു ഫീലിംഗ്. സോ നമ്മൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഈ കനാലിൻ്റെ അപ്പുറം ഇങ്ങനെ ചുമ്മാ കുറച്ച് നേരം ഡ്രൈവ് ചെയ്തു. അവിടെ പക്ഷെ കുളവാഴയൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വെള്ളം കുറവായിരിക്കും സീസൺ കാരണം. അങ്ങനെ നമ്മൾ വണ്ടി നിർത്തി ഇവിടെ ഇറങ്ങി. ഇത് വെറുതെ വെള്ളം ഒഴുകുന്നതല്ല. ഇത് 1952 നിർമ്മിക്കപ്പെട്ട ഹരികെ ബരാജ്.
ഇതിൻ്റെ പേർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാലയത്തിൽ നിന്ന് ഒഴുകുന്ന നദികളെ കൺവേർജ് ചെയ്തിട്ട് ഇത് കോൺഫ്ലുവൻസിലാണ് സത്ലജ് ആൻഡ് ബിയാസ്. ഈ 2 നദികളെ ഇവിടെ സംഗമിപ്പിച്ചിട്ട് ഈ വെള്ളം ഒരു വലിയൊരു കനാൽ സിസ്റ്റം, ഇന്ത്യയുടെ ലോങ്കസ്റ്റ് കനാൽ സിസ്റ്റമാണിത്. ഇന്ദിരാഗാന്ധി കനാൽ, അതിൻ്റെ ഹെഡാണിത്. അതിൻ്റെ ഒറിജിനേറ്റിംഗ് ഈ ഗംഗയുടെ ഗംഗോത്രി എന്ന് പറയണ പോലെ രാജസ്ഥാൻ്റെ ഗംഗയാണെന്ന് പറയാം ഇന്ദിരാഗാന്ധി കനാൽ. സ്വന്തമായൊരു നദിയോ പുഴയോ വെള്ളമോ ഒന്നും ഇല്ലാത്ത നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ രാജസ്ഥാന് ഈ വെള്ളമാണ് അങ്ങോട്ട് എത്തുന്നത്. ഇത് ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് വളരെ പോയറ്റിക്കായിട്ടുള്ളൊരു കാര്യം, കാവ്യാത്മകമായിട്ട്. കാരണം എത്രയോ മനുഷ്യരാണ് ഈ വെള്ളം കുടിച്ച്, ഈ വെള്ളം നിത്യജീവിതത്തിൽ ഉപയോഗിച്ച്, കൃഷിക്ക് ഉപയോഗിച്ച്, ഭക്ഷണം കഴിച്ച് ജീവിക്കണതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു തോട്ട് വന്നപ്പോഴോ ഓസ്റ്റിന്, അല്ലെങ്കിൽ ഒരിക്കലും ഇത്തരം ഒഴുകുന്ന വെള്ളത്തിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് പൊള്യൂഷനൊക്കെ കാരണം മുഖം കഴുകാത്ത ആൾ അതിൽ മുഖം കഴുകി കൊക്കുമീൻ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. ഈ സീസണായിട്ടും അത്യാവശ്യം വാട്ടർ ലെവലുണ്ട് കേട്ടോ. കാരണം ഇത് ഹിമാലയത്തിൽ നിന്ന് വരുന്നതാണല്ലോ. അപ്പോൾ ഈ പച്ചപ്പും ഈ വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ചധികം നേരം ഈ വൈകുന്നേരം ഇങ്ങനെ ഇവിടെ സ്പെൻഡ് ചെയ്തു. സൂര്യൻ്റെ സ്വർണ്ണ നിറമായിട്ട് അസ്തമിക്കാനുള്ള ഏർപ്പാട് നോക്കുന്നുണ്ട്. ഈ രാജസ്ഥാൻ കനാലിന് ആദ്യം അറിയപ്പെട്ടിരുന്ന ഇന്ദിരാഗാന്ധി കനാലിന് 650 കിലോമീറ്റർ നീളമുണ്ട്. ഇത് ജയ്സാൽമീറിൽ പോയി അവസാനിക്കും. നമ്മൾ ജോധ്പൂരിൽ നിന്ന് 710 ഇങ്ങോട്ട് ഓടി, ഈ വെള്ളം ഇവിടുന്ന് 650 ഓടി അങ്ങോട്ട് എത്തുന്നു. അത്യാവശ്യം ജീവികളും മീനൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ഈ പാമ്പ് ഇങ്ങനെ മീനിനെ പിടിച്ച് നടക്കണുണ്ട്. കുറേ നേരം നോക്കി നിന്നു. നല്ല പങ്കപ്പാടാണ് പാമ്പിന്. മീൻ പിടിവിടണില്ല, മീൻ കിടന്ന് പെട്ടയ്ക്കാണ്. വാലിൻ്റെ തുമ്പേ കിട്ടിയിട്ടുള്ളേ. കാരണം മീനിന് സ്വന്തം ജീവനാണ് മുഖ്യം. പാമ്പിന് വെറും ഒരു നേരത്തെ ഭക്ഷണമാണല്ലോ. അപ്പോൾ മീനിന് ഉഷാറ് കൂടും. ഈ വെള്ളം ഇങ്ങനെ തടഞ്ഞു നിർത്തിയ സ്ഥലത്തു നിന്ന് സ്ലൂയിസീകോടെ ഇങ്ങനെ ഈ കുളവാഴകൾ ഇങ്ങനെ തിരിഞ്ഞ് അതിൽ വന്ന് ചതഞ്ഞരയണത് നോക്കി നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ജീവിത തത്വങ്ങൾ നമുക്ക് തോന്നും. എന്തായാലും കുറേ നേരം നോക്കി നിന്നു. നല്ല രസമുള്ളൊരു കാഴ്ചയാണ് അത്. അതിങ്ങനെ അറ്റത്തുനിന്ന് തൊട്ട് ഇങ്ങനെ ഒഴുകി വന്ന് പതുക്കെ തിരിഞ്ഞ് മറിഞ്ഞ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി ഈ ഇതിൽ വെച്ച് ഇങ്ങനെ അരഞ്ഞ് ജീവൻ പോയി അങ്ങനെ കിട്ടും. നാശത്തിലേക്കാടാ നിൻ്റെ പോക്ക് എന്ന് പറഞ്ഞ് വാണിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. ഒഴുക്കിനൊപ്പം നീന്തിയാലേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം ഒരു നിമിഷം മതി മാറി മറിയാൻ എന്നൊക്കെ ഇങ്ങനെ തത്വമൊക്കെ പറഞ്ഞൊക്കെ നിന്നു കുറേ നേരം. അതിൻ്റെ ഉള്ളിൽ പോയി അത് മൊത്തം കുളവാഴകൾ ഇന്ന് ഇങ്ങനെ ഇത് പോയി തീരുമോ? പക്ഷേ ഇത് പോയി കഴിയില്ലല്ലോ. കുളവാഴകൾക്ക് നല്ല സസ്റ്റനൻസ് ആണല്ലോ. അപ്പോൾ രാജസ്ഥാൻ്റെ വരൾച്ച മാറ്റി അവർക്ക് വെള്ളം എത്തിക്കാനായിട്ട്, മനുഷ്യർക്ക് കുടിവെള്ളം തുടങ്ങി കൃഷിക്കും എല്ലാ ആവശ്യങ്ങൾക്കുള്ള വെള്ളം എത്തിക്കാനായിട്ട് പ്ലാൻ ചെയ്ത ഇത് 1958 തുടങ്ങിയത്. അന്ന് ഇതിൻ്റെ പേര് രാജസ്ഥാൻ കനാൽ എന്നായിരുന്നു. പിന്നെ ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം അപ്പോൾ 1984 ഇതിനെ ഇന്ദിരാഗാന്ധി കനാലിൽ നിന്ന് റീനെയിം ചെയ്തത്. ഇതിൻ്റെ ഈ 200ഓളം കിലോമീറ്റർ, അതായത് രാജസ്ഥാനിൽ എത്തണ വരെ ഉള്ള സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്കും, ഹരിയാനയിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്, ഒരു സ്ഥലത്തേക്കും വെള്ളം കൊടുക്കില്ല. രാജസ്ഥാനിൽ എത്തിയിട്ട് മാത്രമേ ഈ വെള്ളം ഡിസ്പോസ്ഡ് ആവുള്ളൂ. വെള്ളത്തിലെ ഓരോ വികൃതികളിങ്ങനെ നോക്കി നിന്ന് സൂര്യാസ്തമയം കണ്ടു നിന്ന് അങ്ങനെ സമയം പോയതറിഞ്ഞില്ല. ഇതിലേ ഇങ്ങനെ നടക്കാനും ബോട്ടിങ്ങിനും ഒക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. സോ ഹരിഗെ ഹെഡ് എന്നാണ് ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ നെയിം. സോ സുന്ദരമായൊരു സൂര്യാസ്തമയം കഴിഞ്ഞ് നമുക്കിനി പതുക്കെ അമൃത്സറിലേക്ക് പോവാം. ഇവിടെ അത്യാവശ്യം നല്ല സുരക്ഷയാണ് കേട്ടോ. പോലീസും പട്ടാളമൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള പറയാം. ഇതൊരു തന്ത്രപ്രധാനമായ സ്ഥലമാണ്. കാരണം ഇതൊരു വലിയൊരു റിസർവോയറാണ്. ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം. നമ്മുടെ നാട്ടിലെ ഡാമിന് വരെ നല്ല സുരക്ഷയുണ്ട്. അപ്പോൾ പിന്നെ പാകിസ്ഥാൻ അതിരിൽ കിടക്കുന്ന പഞ്ചാബിൻ്റെ കാര്യം പറയാനില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും കാണുന്ന പോലെ ഒരു ഐ ലവ് ഹരിഗെ ഹെഡ് ഒരു ബോർഡുണ്ട്. അപ്പോൾ എൻ്റെ സൺസെറ്റ് കണ്ട് ഒരു ചായയും കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് ഇവിടുത്തെ തനതായ കുറച്ച് സംഭവങ്ങൾ അതൊക്കെ ഒന്ന് കഴിച്ച് നമുക്ക് അമൃത്സറിലേക്ക് പോകണം. ഇനി ബാക്കിയൊക്കെ അവിടെ. കടലമാവ തോന്നുന്നു. എത്ര രൂപ? അമൃത്സറിലേക്കുള്ള യാത്രയിൽ തീരെ നനച്ചിരിക്കാതെ കിട്ടിയ ഒരു അറിവും കാഴ്ചയായി ഹരികെ. അപ്പോൾ അത് കണ്ട് നമ്മൾ ഈ സ്വർണ്ണ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനായിട്ട് ഇങ്ങനെ ഓങ്ങി നിൽക്കുന്നത് ഈ പച്ചപ്പാടങ്ങൾക്ക് മുകളിൽ ഇങ്ങനെ
ഇപ്പോഴും അതിൻ്റെ ഒരു പ്രഭ മാറിയിട്ടില്ല. കാരണം 7:15 കഴിഞ്ഞു, പക്ഷേ ഇവിടെയൊക്കെ സൺസെറ്റ് ഇങ്ങനെ വളരെ വൈകിട്ടാണല്ലോ. അപ്പോൾ ഇത് കണ്ടിങ്ങനെ പോകുമ്പോൾ നല്ലൊരു വൈകുന്നേരമായി. കാരണം ഹരിക എന്നത് ഇന്ദിരാഗാന്ധി കനാലിൻ്റെ തുടക്കം മാത്രമല്ല, അതൊരു വെറ്റ്ലാൻഡും ബേർഡ് സാങ്ച്വറിയും കൂടിയായി മാറി ഇങ്ങനെ വെള്ളം കെട്ടി നിന്നപ്പോൾ. അതും നല്ലൊരു അറിവാണ്. അപ്പം അങ്ങനെ നമ്മൾ ഇനി ഒരു 1 hour ഇവിടെ നിന്ന് അമൃത്സറിലേക്ക്. അമൃത്സർ സിറ്റി ഗേറ്റ്, ഇതാണ് ദ ഗോൾഡൻ സിറ്റി ഗേറ്റ്. ദ ഗോൾഡൻ ആകാശത്തിൻ്റെ മുന്നിലാണ് ഈ ഗോൾഡൻ ഗേറ്റ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഹൈവേന്ന് എക്സിറ്റ് എടുത്ത് ഇറങ്ങി അമൃത്സർ ഗ്രാൻഡ് ട്രങ്ക് റോഡാണിത്. ഈ ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്നുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈവേ ആണെന്നുള്ളത് അതും ഒരു പുതിയ അറിവാണ്. ഗോൾഡൻ ടെമ്പിൾ എന്നുള്ള ഒരു ഐക്കോണിക് ലാൻഡ്മാർക്കിന് ചേർന്ന ഒരു ഗേറ്റ് തന്നെയാണിത്. ഇത് ശരിക്കും സിറ്റി ഗേറ്റ് 2017 പണിതിട്ടേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഗോൾഡൻ ടെമ്പിളിൻ്റെ ആ താഴെക്കൂടത്തിൻ്റെ ആ ഒരു മോഡലിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും സിഖ് ആർക്കിടെക്ചറാണ് ഇതിൻ്റെ ഒരു ശൈലി. ഇത് ഗ്രാൻഡ് ട്രങ്ക് റോഡിൻ്റെ തുടക്കം കൂടിയാണ്. ഇവിടെ നിന്ന് തുടങ്ങുന്നു GT റോഡ്, ഇവിടെ നിന്ന് തുടങ്ങുന്നു സിറ്റി റോഡാണിത്. അപ്പോൾ നല്ല തിരക്കുണ്ട്. ഗോൾഡൻ ടെമ്പിൾ എപ്പോഴും തിരക്ക് പിടിച്ചൊരു സ്ഥലമാണ്. അപ്പോൾ ജനങ്ങനെ ഒഴുകിയെത്തുന്നൊരു സ്ഥലം. അപ്പോൾ നമുക്ക് ഗ്രാൻഡ് ട്രങ്ക് റോഡിലൂടെ പോലീസൊക്കെ നോക്കുന്നുണ്ട്, നമ്മുടെ നമ്പർ പ്ലേറ്റ് കാണുന്നില്ല എന്ന് വിചാരിക്കുക. നമ്മളത് ഗുജറാത്തിക്കാരോട് മറന്നേ പോയിട്ടോ. അവിടെ ഒന്നും ഒരു വിഷയം ഉണ്ടായിരുന്നില്ല, ഗുജറാത്തിലും രാജസ്ഥാനിലും. ഈ ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ ആണ്. ശരിക്കും ഇൻ്റർനാഷണൽ ഹൈവേ ആണ്. 2500 കിലോമീറ്റർ ദൂരമുള്ള കാബൂളിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇവിടെ ബംഗ്ലാദേശ് വരെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പഴയ ട്രേഡ് റൂട്ട് ആണത്ര ഇത്. അപ്പോൾ ഇതെന്തായാലും നമ്മളുടെ സ്ഥലത്തെത്തി. നമ്മൾ ഈ നേരെ കാണുന്ന റോഡ് എന്ന് പറയുന്നത് ഗോൾഡൻ ടെമ്പിളിൻ്റെ പാർക്കിങ്ങിലേക്കുള്ള സ്ട്രെയിറ്റ് റോഡാണ്. അത് വളരെ നല്ലൊരു അറേഞ്ച്മെൻ്റ് ആയിട്ട് തോന്നി. കാരണം ഗ്രാൻഡ് ട്രങ്ക് റോഡിൽ നിന്ന് നമ്മൾ ഗോൾഡൻ ടെമ്പിൾ റോഡിലേക്ക് തിരിയുമ്പോൾ തന്നെ നേരെ പാർക്കിങ്ങിലേക്ക് ഒരു ഫ്ലൈ ഓവർ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ പാർക്കിംഗ് വേണ്ടാത്തവരും ഈ സൈഡിലെ ഷോപ്പുകൾ, ഹോട്ടലുകൾ, കച്ചവടങ്ങൾ അങ്ങനെയുള്ളവർക്കൊന്നും ഇത് ബാധിക്കാതെ അവിടേക്കുള്ളവർ നേരെ മുകളിൽ കൂടെ അങ്ങോട്ട് പോകുന്ന ഒരു രീതി. അത് നല്ലൊരു അടിപൊളി അറേഞ്ച്മെൻ്റ് ആണ്. എന്തായാലും സുവർണക്ഷേത്രം അതിൻ്റെ ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പ് കൊണ്ട് നമ്മൾ ഞെട്ടിക്കേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. നമ്മുടെ ഹോട്ടൽ ദ ഓർക്കിഡ് ട്രീ. We are checking in. കൊള്ളാം, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇതെന്താണ്? സിറ്റി വ്യൂ, നല്ല കളർ. ഫ്ലൈ ഓവറാണ്, ഫ്ലൈ ഓവറിന്റെ ലെവലിലാണ് ഇപ്പൊ നമ്മൾ. 2nd ഫ്ലോറാണ്. ഇതാണ് ഗോൾഡൻ ടെമ്പിളിലേക്കുള്ള പാർക്കിംഗ് ഫ്ലൈ ഓവർ. ഇതിലേങ്ങോട്ട് നേരെ, അത് നല്ലൊരു സംവിധാനമാണ് കേട്ടോ ശരിക്കും. ആ സിറ്റിയുടെയും ആ ചെറിയ റോഡുകളുടെ ഒക്കെ തിരക്കിന്ന് ഗോൾഡൻ ടെമ്പിളുകാർ നേരെ അങ്ങോട്ട് പോകേണ്ടവർ നേരെ ഇതിലങ്ങോട്ട് പോകും. അപ്പോൾ എല്ലാവർക്കും സന്തോഷം, പോണവർക്കും സന്തോഷം, നാട്ടുകാർക്കും സന്തോഷം. നല്ല ഒരു ട്രാഫിക് ജാം ഇല്ലാണ്ട് കാര്യങ്ങൾ. ഇത് വളരെ റീസെൻ്റ് ആയിട്ട് 2-3 വർഷം ആയിട്ടേ ഉള്ളൂ ഇത് പണിതിട്ട്. എന്തായാലും നല്ലൊരു സംവിധാനമാണ്. കാരണം ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ എപ്പോഴും. ഇപ്പോൾ പറഞ്ഞു ഇന്ന് ഫ്രൈഡേ ആണ്, അപ്പോൾ വീക്കെൻഡിൻ്റെ തിരക്ക്. 3 ദിവസവും വീക്കെൻഡ് 3 days-ഉം 3 nights-ഉം ബുക്ക്ഡ് ആണ് ഹോട്ടൽ ഫുള്ള് എന്ന് പറഞ്ഞാൽ. അങ്ങനെ മിക്കവാറും എല്ലാ ഹോട്ടൽസും ഇവിടെ വീക്കെൻഡും ഫുള്ള് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഓഫ് സീസൺ ഇല്ല ഇവിടെ. അപ്പോൾ ഇന്നൊരു സന്തോഷമുള്ള ദിവസം കൂടിയാണ്. വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ മൈക്കിൻ്റെ കണക്ടർ ഒടിഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. 5-ാം ദിവസം നമ്മൾ അഹമ്മദാബാദിൽ കറങ്ങാനായിട്ട് സൈറ്റ് സീയിങ്ങിന് ഇറങ്ങി ആദ്യത്തെ സംഭവം നടന്നത്. പിന്നെ ആ സംഭവം നമുക്ക് അഹമ്മദാബാദിൽ മുഴുവൻ നമ്മൾ അത് തിരഞ്ഞെങ്കിലും കിട്ടിയില്ല. പോർബന്ദറിലും അവിടെയൊക്കെ നമ്മൾ വണ്ടി എവിടെയെങ്കിലുമൊക്കെ നിർത്തുമ്പോഴോ പാസ് ചെയ്യുമ്പോഴൊക്കെ ഒരു നല്ല ഷോപ്പ് കാണുമ്പോൾ അപ്പോൾ ഓസ്റ്റിൻ ഇറങ്ങി അന്വേഷിച്ചിരുന്നു. നാട്ടിൽ മുഴുവൻ അന്വേഷിച്ച് കിട്ടാണ്ടായപ്പോൾ തന്നെ ഓസ്റ്റിൻ അത് ഓൺലൈൻ ഓർഡർ ചെയ്തു. നമ്മൾ ഇന്ന ദിവസം ഇവിടെ എത്തും എന്നുള്ള, 10-ാം ദിവസം നമ്മൾ അമൃത്സർ എത്തും എന്നുള്ള കണക്ക് വെച്ച് അവിടേക്ക് ഡെലിവറി ചെയ്യിച്ചു. മറ്റ് ചെറിയ ചെറിയ സ്ഥലങ്ങൾ, നമ്മൾ മൊതേര പോലുള്ള ചെറിയ സ്ഥലങ്ങളിലൊക്കെ നിന്നപ്പോൾ അവിടേക്കൊന്നും ഡെലിവറി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമൃത്സർ ഈസ് എ ബിഗ് സിറ്റി. അപ്പോൾ അത് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റിയാണ്. ഇവിടേക്ക് ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഡെലിവറി ചെയ്യാൻ പറഞ്ഞ് ഹോട്ടൽ അഡ്രസ്സ് കൊടുത്തു. അപ്പോൾ അതിന് വേണ്ടി ഹോട്ടൽ ബുക്കിംഗ് നേരത്തെ ചെയ്തു ഇവിടുത്തെ. അപ്പോൾ അങ്ങനെ സാധനം ഇന്നലെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് ചെക്ക് ഇൻ ചെയ്ത പക്ഷേ സാധനം വാങ്ങി കണക്ട് ചെയ്ത് കുത്തി സംഭവം ക്ലീനായി. അപ്പോൾ ഓഡിബിൾ ആവും എന്നുള്ള ഒരു സന്തോഷമുണ്ട്. അപ്പം അങ്ങനെ അത് ഡീൽ ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു ദിവസം. നമ്മുടെ സ്ഥലമല്ലോ അപ്പൊ പാർക്കിംഗ് ഇവിടെ എവിടെയും ഒരു ഹോട്ടലിനും ഇല്ല. അപ്പോൾ നമ്മൾ താഴത്ത് പക്ഷേ വൈറ്റ് ലൈനിൻ്റെ ഉള്ളിലാണ് ഇവിടെ പെർമിസിബിൾ പാർക്കിംഗ്. പിന്നെ
കോമൺ ആയിട്ട് ഗോൾഡൻ ടെമ്പിളിൻ്റെ പാർക്കിങ്ങിൽ മൾട്ടി പാർക്കിങ്ങും ഓപ്പൺ ഗ്രൗണ്ട് പാർക്കിങ്ങും ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ അവിടെ ഇടാം. അപ്പോൾ അതൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള സംഭവം. നമ്മൾ എന്തായാലും ഫ്രണ്ടിൽ തന്നെ ഒതുക്കിയിട്ടു. കഴിഞ്ഞ റോഡ് ട്രിപ്പിൽ നമ്മൾ റോഡിൽ പാർക്ക് ചെയ്തിട്ടേ ഉണ്ടായില്ല. 32 ദിവസം ട്രാവൽ ചെയ്തിട്ട് ഒരു 30ാമത്തെ ദിവസം മറ്റും ആദിലാബാദിലാണ് ആദ്യമായിട്ട് റോഡിൽ പാർക്ക് ചെയ്യേണ്ടി വന്നത്. അന്ന് നമുക്ക് ഭയങ്കര വിഷമമായി. കാരണം നമ്മൾ ബുക്കിംഗ് ചെയ്യുമ്പോൾ എപ്പോഴും പാർക്കിങ്ങുള്ള പ്രോപ്പർട്ടികൾ മാത്രമേ, അതുകൊണ്ട് കുറച്ച് സ്റ്റേക്ക് കാശൊക്കെ കൂടുതലും കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായി. പക്ഷേ ഇത്തവണ നമുക്ക് കുറച്ചും കൂടി മനസ്സിലായി. കാരണം ഇതൊരു സ്ഥിരം ഒരു ഹബ്ബാണല്ലോ, ടൂറിസ്റ്റിൻ്റെ ഒരു ഹബ്ബാണ്, തിരക്ക് പിടിച്ച സ്ഥലമാണ്. അപ്പോൾ അത് കാരണം നമ്മൾ അതിനെക്കുറിച്ച് അത്ര ബോധർ ചെയ്യണില്ല. ഇപ്പോൾ ഓണേഴ്സ് പറയാണ് സേഫാണ്, ഞങ്ങളുടെ CCTV ഉണ്ട്, റോഡിലാണ് ഇവിടെ സ്ഥിരം എന്നൊക്കെ പറയുമ്പോൾ നമ്മളങ്ങോട്ട് അതെ. പക്ഷേ അത് വലിയ കുഴപ്പമില്ല, നമ്മളൊന്ന് നോക്കണം മൊത്തത്തിലുള്ളൊരു ആംബിയൻസ് ഒക്കെ. സോ ഇറ്റ്സ് ഫൈൻ. അപ്പോൾ നമ്മുടെ കോസ്റ്റ് കുറച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. പാർക്കിംഗ് വരുമ്പോൾ ഹോട്ടലിൻ്റെ ആ ഒരു റേറ്റിങ്ങും ഒക്കെ വളരെ കൂടും. അപ്പോൾ നമുക്ക് ഇനി ടെമ്പിളിലേക്ക് പോവാം. അപ്പോൾ ഒട്ടും സമയം കളഞ്ഞില്ലേ, നേരെ ഇറങ്ങി ഗോൾഡൻ ടെമ്പിളിലേക്ക് നടക്കുകയാണ്. 710 കിലോമീറ്റർ 12 മണിക്കൂറൊക്കെ എടുത്ത് ഓടി വന്നതാണ് നമ്മൾ. ഇടയിൽ ഹരിക ബാരേജ് കാണുകയും ചെയ്തു. എന്നാലും നമുക്ക് അമൃത്സറിൽ വന്നാൽ ഉടനെ ഗോൾഡൻ ടെമ്പിൾ കാണാം, അല്ലാണ്ട് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സ്പിരിറ്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ യാത്ര ചെയ്യാനും ഒരേ ദിവസം തന്നെ പല സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് കേട്ടോ. സോ സ്റ്റേ വിത്ത് us. See you soon. Good night from FTT Family Travel Trails.